എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കട്ടക്കലിപ്പിൽ രേണു എത്തിയിരിക്കുകയാണ്. രേണുവിനോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ രേണു വന്നിരിക്കുന്നത്. രേണുവിന് ഇതെന്ത് പറ്റി എന്ന് ഞാൻ വിചാരിച്ചു. ഒരു റിവ്യൂവർ ചെയ്ത ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ രേണു എത്തിയിരിക്കുന്നത്. പൊതുവേ രേണു അങ്ങനെ ഒന്നിനും റിയാക്ട് ചെയ്യാത്തൊരു കൂട്ടത്തിലാണ്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് രേണു റിയാക്ട് ചെയ്തുകൊണ്ട് ഇത്രയും കട്ടക്കലിപ്പിൽ വരണമെങ്കിൽ ഒരു ഒന്നൊന്നര വീഡിയോ ആയിരിക്കുമല്ലോ. രേണുവും തൻ്റെ കൂടെയുള്ള മാനേജർ ആയിരിക്കാം ആ ലേഡിയും കൂടി വന്നിട്ട് ഭയങ്കര കലിപ്പിൽ നമുക്ക് ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. അപ്പം സജന ചിത്ര വ്ളോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫീന ബീബി അല്ലേടി ബീബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത്. നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം? നിങ്ങളാണോ KHDCക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നാണം കെട്ടവളെന്ന് വിളിക്കും. പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു. അതിന് എന്ത് ഇതാണ് വിളിക്കാനുള്ളത്? ഞാൻ പറയട്ടെ, ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ്. നമ്മളെല്ലാം ജന്തുക്കൾ തന്നെയാണ്. നിങ്ങളും അപ്പം ജന്തുവാണ്, ഞാനും ജന്തുവാണ്. ഒരു മനുഷ്യ, നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ്. അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ? പിന്നെ ഒരു കാര്യം, എന്റെ സുധി ഞാൻ പ്രസവിച്ച ഇതിനകത്ത് രേണുവിനെ അവർ ജന്തു എന്ന് വിളിച്ചു, നാണം കെട്ടവളെന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നു. അതൊക്കെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവരെ വിളിച്ചു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാൻ ആർക്കും അധികാരമില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് രേണുവിൻ്റെ അടുത്ത മാരേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. രേണു അങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ സുധിച്ചേട്ടൻ്റെ പേരിൽ കിട്ടിയ ആ വീട്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി വീട് വെച്ചു കൊടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. അതിന് ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള റിയാക്ട് ചെയ്ത് നാവിൽ നിന്ന് വന്നതായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, ഒരാളെ, ഒരു മനുഷ്യനെ ജന്തു എന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് വിളിക്കാനായിട്ട് നമ്മൾക്ക് ആർക്കും അതിനുള്ള അധികാരമില്ല. നാണം കെട്ടവളെന്നോ അല്ലെങ്കിൽ ജന്തു എന്നൊക്കെ വിളിക്കാനായിട്ട് വളരെ മോശമല്ലേ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. എന്തെങ്കിലുമൊക്കെ പറയാം, രേണുവിൻ്റെ പേര് വിളിച്ചിട്ട് രേണുവിനെ ഇതൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം, തീർച്ചയായിട്ടും പറയാം. പക്ഷേ ജന്തു അല്ലെങ്കിൽ നാണം കെട്ടവൾ അങ്ങനെയൊന്നും വിളിക്കണ്ടായിരുന്നു. എന്റെ മക്കള്, അതുപോലെ സുധിച്ചേട്ടന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട്? നിങ്ങളുടെ എന്തിനേലും ഞാൻ വന്നോ? നിങ്ങൾ പ്രതികരിച്ചോ? എന്റെ അടുത്ത് കൂടുതൽ പറയാൻ പറ്റില്ല. പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നെന്ന്. നിങ്ങളാണോ എനിക്ക് കൂട്ടു നിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേൾക്കുന്നതിനും എന്താ പറയാ, പ്രതികരിക്കാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല, പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇതുപോലെ ഓരോരുത്തർ ചെയ്യുന്നത് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരുന്നത്. അത് കാണാൻ പ്രേക്ഷകർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ. പക്ഷേ ഒരാളുടെ ഹത്യ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ വളരെ മോശപ്പെടുത്തുന്ന രീതിയിൽ, ഇപ്പോൾ അവർ ഇതിനകത്ത് രേണുവിനോട് പറഞ്ഞൊരു കാര്യമാണ്. രേണു ഇങ്ങനത്തെ രീതിയിലൊക്കെ രേണു അഭിനയിക്കുന്നത്. അവരെങ്ങനെയും ജീവിച്ചോട്ടെ. അപ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ അവരിത്രയും മോശമാക്കിയിട്ട് പറയണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ആണോ എനിക്ക് കൂട്ടു നിന്നത്? നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കേൾക്കുന്നതിനും എന്താ പറയാ, രേണു നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. കട്ടക്കലിപ്പിലാണ് രേണു. ഇതുവരെയും എന്നെ ഈ ഒരു വീഡിയോയിലേക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു റീസൺ, രേണു ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ആണ് ചെയ്യാറില്ല. നെഗറ്റീവ് വീഡിയോസ് ഒരുപാടുണ്ട്. നെഗറ്റീവിൽ നിന്ന് തന്നെയാണ് രേണു പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് പോസിറ്റീവ്, കുറച്ച് പേർക്ക് നെഗറ്റീവ്. എല്ലാവർക്കും രേണുവിന് ഇഷ്ടമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രേണു ഒറ്റയ്ക്ക് തുഴഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് സിമ്പതി, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് രേണുവിനെ. എൻ്റെ പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രേണു എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല. രേണു ശരിയാണ്, രേണു ഇങ്ങനെ കുറേ അഭിനയിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്തിനാ ഇവരിങ്ങനെ ചെയ്യുന്നേ എന്ന്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, രേണു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റും ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, രേണു എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അത് രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. രേണു മുൻപ് രേണുവിന് ഒരുപാട് ഫണ്ട് കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടാണ് രേണു പൈസ ഉണ്ടാക്കി തൻ്റെ മക്കളെ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. പിന്നെ ബിഗ് ബോസിലേക്ക് വന്നു, അപ്പോഴാണ് നമ്മൾ രേണു ഇത്ര പാവമാണെന്നൊക്കെ അറിയുന്നത്. രേണുവിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. രേണു പറഞ്ഞാൽ രേണുവിന് കപ്പൊന്നും കിട്ടില്ലായിരുന്നു, എങ്കിൽ പോലും രേണു നിൽക്കുമായിരുന്നു. കുറേ നാൾ നിൽക്കുമായിരുന്നു, 19 ദിവസമൊക്കെ മിനിമം നിൽക്കുമായിരുന്നു. രേണുവിന് അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് രേണുവിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് രേണുവിന് ഉണ്ടായിരുന്നു സപ്പോർട്ട്. അപ്പം അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം രേണു പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സൗഭാഗ്യങ്ങളാണ് രേണുവിനെ തേടിയെത്തിയത്. പുറത്ത് 2 മാനേജേഴ്സ്, അതായത് ഇന്ത്യക്ക് പുറത്ത് തനിക്ക് മാനേജറെ വെക്കാൻ പാകത്തിനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി രേണുവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
പ്രേക്ഷക സപ്പോർട്ട് കൊണ്ടാണ് എല്ലാം രേണുവിന് പറയാൻ പറ്റും. രേണുവിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടല്ലെന്ന് പറയുന്നില്ല. രേണുവിനെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി എന്തൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടും തളരാതെ പിടിച്ച് നിന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. പക്ഷേ ഇപ്പോൾ രേണുവിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലേ. പിന്നെ വന്ന വഴി മറക്കരുതെന്നൊക്കെ പറയും. എങ്കിൽ പോലും രേണുവിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അതൊക്കെ ഓക്കെ. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് രേണു അങ്ങനെ ചെയ്തു ഇങ്ങനെ തുണി അഴിച്ചിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോഴാണ് രേണു ഇത് റിയാക്ട് ചെയ്തുകൊണ്ട് വന്നത്. രേണു പൊതുവേ ഇങ്ങനെയുള്ള വീഡിയോസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും റിയാക്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അധികമൊന്നും റിയാക്ട് ചെയ്യാറില്ല. നെഗറ്റീവ് അല്ല പറയട്ടെ എന്ന് പറയാം. പക്ഷേ ഇത് രേണു റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ മക്കൾ വളർന്ന് വലുതായിട്ടുള്ളതാണ്. ഒരു മോനാണെങ്കിൽ വളർന്ന് വലുതായിട്ടുള്ളത്. രേണു അത് സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. സ്വന്തം മകൻ തന്നെയാണ്. അങ്ങനെ തന്നെ പറയാനാണ് നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്നത്. സുധിച്ചേട്ടൻ്റെ മകനാണ് രേണു പൊന്നുപോലെ നോക്കുന്ന തൻ്റെ മകൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മകൻ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ. ആ ഒരു കാര്യം അതൊക്കെ കൊണ്ടായിരിക്കും രേണു ഇപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ട് വന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു പക്ഷേ പലരും പല തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക. അങ്ങനെ റിയാക്ട് ചെയ്തതായിരിക്കാം രേണു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. അവരിഷ്ടമല്ലെങ്കിൽ കാണണ്ട. അവരിങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാവരും ഹരിചന്ദ്രന്മാരെ പോലെ ജീവിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. ഓരോരുത്തർക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. അവരിഷ്ടമുള്ളവർ ജീവിക്കട്ടെ. ഇത് അവരുടെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷേ ഇതുപോലെ മോശം വാക്കുകളൊക്കെ യൂസ് ചെയ്യാതെ റിയാക്ട് ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും